ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിൽ ഒരുപാട് പേർക്കും ഇഷ്ടമുള്ള രണ്ട് കേക്കുകളാണ് റെഡ് വെൽവെറ്റും ബ്ലാക്ക് ഫോറസ്റ്റും അല്ലേ. ആ രണ്ട് കേക്കുകളുടെയും രുചി നമുക്ക് ഒരു കേക്കിൽ തന്നെ കിട്ടിയാലോ. അതാണ് ഇന്നത്തെ നമ്മുടെ റെഡ് വെൽവെറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കോംബോ കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ബൗളിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. കൊക്കോ പൗഡറിൻ്റെ അളവ് കുറയ്ക്കേണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. ലൈറ്റ് കൊക്കോ പൗഡറാണ് ചേർത്തിരിക്കുന്നത്, ഡാർക്ക് അല്ല. കൊക്കോ പൗഡർ ചേർത്താൽ മാത്രമേ കേക്കിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് അളവ് കുറയ്ക്കേണ്ട. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം, കൊക്കോ പൗഡറിലുള്ള ഒരു തരിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിത് ലാസ്റ്റ് മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ചേർക്കുമ്പോഴാണ് അരിക്കുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാല്, ചൂടുപാലോ ഉപയോഗിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് ആയിരിക്കണം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ പാലൊന്ന് പിരിഞ്ഞ് ബട്ടർ മിൽക്ക് ആയി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുത്ത മുട്ട ഒരിക്കലും ഉപയോഗിക്കരുത്. തണുത്ത മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല, അതുപോലെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇനി ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ഞാൻ ഈ മുട്ട നല്ലതായിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നുകിൽ ഇതുപോലെ ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ മുട്ട നന്നായിട്ട് നല്ല ക്രീം പോലെ ആയി കിട്ടത്തില്ല, ലൂസായി പോവും. അപ്പോൾ എപ്പോഴും ബീറ്ററാണ് നല്ലത്. മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർക്കണം. പഞ്ചസാരയുടെ അളവ് ശ്രദ്ധിക്കണം. പൊടിച്ചതിന് ശേഷം 1/4 കപ്പ് അളന്നെടുത്തതാണ്. ഇത് ഈ മുട്ടയിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നല്ല ക്രീമി ആയിട്ട് വരണം. ആ മുട്ടയുടെ കളർ മാറി നല്ലൊരു വെള്ള കളറിലായി നല്ല കട്ടിയായി നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമായിട്ട് വരണം. അപ്പോൾ ഇതേ മുട്ട ഇതുപോലെ നല്ലോണം പതപ്പിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം. ഇനി ഇതിലൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി സമയം വേണ്ട, ജസ്റ്റ് ആ എണ്ണ അതിനകത്തൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇത്രയും മതി. അപ്പോൾ ഈ മുട്ടയുടെ മിക്സ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, വിനീഗർ ചേർത്ത് വെച്ച പാല്, അതിനകത്തേക്ക് നമ്മൾ ഫുഡ് കളർ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡ് എന്ന കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ആവശ്യത്തിന് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. കളറിന് അങ്ങനെ അളവൊന്നുമില്ല, കേക്കിന് നല്ല ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കളർ നമുക്ക് ചേർക്കേണ്ടി വരും. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട എടുക്കുക. അതിനകത്തോട്ട് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച ബട്ടർ മിൽക്കും അതുപോലെ മൈദയുടെ കൂട്ടും കൂടി കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്നിടവിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ മൈദയുടെ കൂട്ട് ഇതുപോലെ ഞാനൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് അരിപ്പയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് കൊക്കോ പൗഡറിലെ ആ ഒരു തരികളൊക്കെ അങ്ങ് പോയി കിട്ടും. അതുപോലെ ആ മൈദയിൽ നന്നായിട്ട് മൈദയുടെ കൂട്ടിൽ നന്നായിട്ട് എയർ വരും. അപ്പോൾ കേക്ക് അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് അരിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് അത് മുട്ടയിലൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇതുപോലെ കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ബട്ടർ മിൽക്കും ബാക്കിയിരിക്കുന്ന ബട്ടർ മിൽക്കും മൈദയും ഇതുപോലെ തന്നെ ചേർത്തിട്ട് ഫുള്ള് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കുന്നുണ്ട്. വിനീഗർ എപ്പോഴും അവസാനം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ചേർക്കാവുള്ളൂ. വിനീഗർ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും ബാറ്റർ വെക്കരുത്, അപ്പം തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ താഴെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ്.
7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് പാനിൽ നമുക്കിത് ബേക്ക് ചെയ്യാം. 7 ഇഞ്ചിൻ്റെ ആകുമ്പോൾ കേക്കിന് കുറച്ചും കൂടി ഒരു ഹൈറ്റ് കിട്ടും. ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് പാനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 30 അരമണിക്കൂർ മുതൽ 35 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്കായി കിട്ടാൻ. ഇതിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ ആയതുകൊണ്ട് 40 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണം. അപ്പോൾ ഞാനിന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതാണ്. അതിനകത്തേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 45 മിനിറ്റ് ആട്ടോ എടുത്തത്. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരണം. അപ്പോൾ ഈ കേക്ക് നമുക്കിനി നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ടു. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിനകത്ത് ഒരു ചെറിയ പിടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കോംബോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ആ പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞാൽ മാത്രം മതി. വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും പഞ്ചസാര അലിഞ്ഞോളും. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ആകുമ്പോൾ ഇത് റെഡിയാവും. ഓക്കെ, അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കേക്കും തണുത്ത് ഷുഗർ സിറപ്പും തണുത്ത് വരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ലെയർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അവിടെ കേക്ക് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. എടുക്കുമ്പോൾ തന്നെ നല്ല ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഒരല്പം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് ഷേപ്പ് ചെയ്യാനല്ല, ജസ്റ്റ് ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കേക്ക് പൊടിച്ചത് വേണം. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരല്പം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ കളർ കണ്ടോ, നല്ല റെഡ് കളറാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് പോലും അതിൻ്റെ ഒരു കളറിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല റെഡ് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി 3 ലെയറായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഈ റെഡ് വെൽവെറ്റ് കേക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇത് 7 ഇഞ്ച് കേക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 ലെയർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ 3 ലെയർ കട്ട് ചെയ്തു. ഇനി ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.25 കപ്പോളം ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്രീം ഒന്ന് കേക്ക് ബോർഡിൽ വെക്കുക. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി മാറിപ്പോകാതിരിക്കാനാണ്. ഇത് 1 ലെയർ കേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച ആ ചെറിയ സിറപ്പ്, ചെറി ഒഴിക്കുന്നില്ല, ജസ്റ്റ് സിറപ്പ് മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിറപ്പിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചേർത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ചെറി അരിഞ്ഞതിടാം. ചെറിയൊക്കെ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഡയറി മിൽക്ക് പോലുള്ള ചോക്ലേറ്റ് ആയാലും നല്ലതാണ്. ഇതുപോലെ തന്നെ ബാക്കി 2 ലെയറും കൂടി ചെയ്തെടുക്കാം. ഇതിനകത്ത് റെഡ് വെൽവെറ്റും അതുപോലെ ചെറിയും ചോക്ലേറ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 3ാമത്തെ ലെയറും വെച്ചിട്ട് ആവശ്യത്തിന് ക്രീം എടുത്ത് നമുക്ക് ഫുള്ളായിട്ട് കേക്കിൽ കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ക്രീം വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള പോലെ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുപ്പിയുടെ അടപ്പ് ജസ്റ്റ് കേക്കിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ആദ്യം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. ഇതിന് പകരം കേക്ക് പൊടിച്ചത്, ചുവന്ന കളറിൽ കേക്ക് പൊടിച്ചത് വേണമെങ്കിൽ ഇടാം. അത് നിങ്ങൾക്ക് കേക്ക് എങ്ങനെയാണോ കാണാൻ ഇഷ്ടം ആ രീതിയിൽ ചെയ്താൽ മതി. ഇനി ആ അടപ്പങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ നടുക്ക് ഈ കേക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുവാണ്. എൻ്റെ കയ്യിൽ ആ കേക്ക് പൊടിച്ചത് അളവ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തത്. പിന്നെ ഒരു സ്റ്റാർ നോസിൽ, വലിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുറച്ച് പൂക്കൾ, ഫ്ലവേഴ്സും കൂടി ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി അതേ സ്റ്റാർ നോസിൽ വെച്ച് തന്നെ താഴെ ഇതുപോലെ ചെറിയൊരു ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് ചെറിയും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കോംബോ കേക്ക് റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. റെഡ് വെൽവെറ്റ് കേക്ക് നല്ല സോഫ്റ്റാണ്. നമ്മൾ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതിൻ്റെ കൂടെ ആ ചെറിയും ചോക്ലേറ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.